വെൽക്കം ബാക്ക് ടു അട്ടുപ്പടിക്കാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടപ്പെട്ടി എന്ന് പറയുന്ന ഊരിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കോഴി മേടിക്കാൻ വന്നിട്ടുള്ള ഒരു ഷോർട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കോഴി വാങ്ങിക്കാൻ വന്നപ്പോ തന്നെ കുറെ പേര് എന്നോട് പറഞ്ഞത് കോഴി വാങ്ങിക്കാൻ പോയി അവസാനം കോഴിയാണല്ലോ വാങ്ങിച്ചെന്ന്. ഒരു ഡയലോഗ് ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പൊ എന്നെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇവിടേക്ക്, അതായത് കൂടപ്പെട്ടിയിലേക്ക് കോഴി മേടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. അത് എനിക്ക് നിങ്ങളോട് അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറക്കം വരില്ല ഗൈസ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും എന്തുവാണ് ഇന്ന് വടിയൊക്കെ എടുത്തോണ്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വടിയല്ല ഗൈസ്, ഇതെന്ത് സംബന്ധം വെച്ചാൽ ഇതാണ് നമ്മുടെ ഹോമകുച്ചി എന്ന് പറയും. ഈ കല്യാണത്തിനും ഈ ഹോമപൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പാണ് ഈ ഒരു കമ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനൊരു വലിയ കഥയുണ്ട്. നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കല്യാണത്തിനും ഹോമപൂജയൊക്കെ നടത്തുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ചേട്ടാ ഒരു ഹോമപൂജയുടെ കമ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് വരും. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു വലിയ കഥ തന്നെ ഉണ്ട്. ഒരു ഊര് തന്നെ ഇതിനെ ആശ്രയിച്ച ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ഹോമകുച്ചികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ചെത്തി പതിഞ്ഞ് മൊത്തം ഉണക്കിയിട്ടിരിക്കുകയാണ് വെയിലത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് ഒരു പീസ് എടുത്തത് മാത്രം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടപ്പെട്ടി ഊരില് ശരിക്കും വ്യവസായമേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വ്യവസായം ചെയ്യാൻ പറ്റില്ല. അതുമല്ലാണ്ട് ഇവിടെ ഫുള്ളും തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് മുഴുവനും. പക്ഷെ ഇവിടെ എനി ടൈം ആനയുണ്ടാവും. അപ്പൊ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഒരു കൃഷി ഇറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ സ്ഥലത്ത് ഇതുപോലത്തെ കമ്പ് ഒരുപാട് കിട്ടും. പക്ഷെ ഇവിടെ താമസിക്കുന്ന ഈ ഊരിലുള്ള ആൾക്കാർ മുഴുവൻ, അതായത് ഞങ്ങളുടെ ആൾക്കാര് ഈ ഒരു ഇതാണ് ഉപജീവന മാർഗമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ഇവര് രാവും പകലും ഇതുപോലെ വെയിലത്ത് മുഴുവനും കറങ്ങി ഇതുപോലത്തെ കമ്പൊക്കെ എടുത്ത് ചെത്തി അവര് കെട്ടി ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇത്ര സൈസിൽ കെട്ടി സെറ്റാക്കി ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് പുറമേ നിന്ന് ഏതെങ്കിലും വ്യാപാരികൾ വരുമ്പോ ഇവരത് അവർക്ക് വിൽക്കും. അപ്പൊ അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ചേച്ചി ഞാൻ അങ്ങോട്ട് പോയപ്പോ ഈ സംഭവം കെട്ടിക്കൊടുക്കും. അപ്പൊ നമുക്ക് കയ്യോടെ പോയി പിടിക്കാൻ പോകും. അതെങ്ങനെ കെട്ടണമെന്ന് കാണിച്ചു തരണ്ടേ? വരൂ. അപ്പൊ നമ്മുടെ കൂടപ്പെട്ടിയില് ഇവിടെ ഒരു ചേച്ചി ഈ ഹോമകുച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കെട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചേച്ചിയോട് ഇതിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. பாட்டி நல்லா இருக்கா? சரி, ಈ குச்சியில கொஞ்சம் எச்சா நீவரி இதெல்லாம் என்ன பண்ணிக்குதுன்னு சொல்லி தருங்களா? இது எங்க இருந்து எடுக்குது? இதுக்கு ஊகிக்கோ. ஒரு கட்டணை ఇక్కడ கொண்டு வந்தா அதை காட்டி குடிக்கலாம். ஓகே ஓகே. சரி. மணி கொட்டி இருந்தா அப்போ ನಮ್ದು ಬೇಸದ ಇದಕ್ಕೆ ಏನ சொல்வாரு? ನಮ್ದು ಬೇಸದ ಇದಕ್ಕೆ ಏನ சொல்வாரு? പർലിക്കുച്ചി. ഞങ്ങളുടെ ഭാഷയില് ഈ ഹോമകുച്ചിന്റെ പേര് പർലിക്കുച്ചി എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ കെട്ടുമ്പോ ഇത് എണ്ണിയല്ല ഇവര് കെട്ടുന്നത്. ശരിക്കും അതൊരു അവർക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ കെട്ടുന്നു. ആ ഒരു അളവാകുമ്പോഴത്തേക്ക് അവരത് കെട്ടിയെടുത്ത് മാറ്റി വെക്കുന്നു. അപ്പൊ അതേപോലെ കുറെ ഇതുപോലത്തെ ഇങ്ങനെ കുറെ കമ്പുകൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റും തോന്നുന്നു. അപ്പൊ പാട്ടി ഈ ഒരു ഈ മറ്റേ കമ്പ് இருக்குதானே, ഈ கம்புனை அப்ப நீவிரி எச்சா ஏங்க இருந்து எடுக்குது? அப்ப இது ஒரு மாசத்து நீவிரி எத்தனையான இதே மாதிரி கெட்டுவிதி? நீவிரி ஏங்க விப்புதி? ஒன்றரை சொல்லுகலாம். விற்காதல ஏதோ ரேவேரி வந்தா கொடுப்பீங்க. இந்த தமிழ்நாடு இருந்தா வருவாரு. தமிழ்நாடு வேவரிக இங்க வர வரிசையில வாங்க வேண்டியதுல. அப்ப இதுன்னு நீவிரி எத்தனை ரூபாய்க்கு நீவிரி கொடுப்பீதி? அதே ஒரு 100 கத்தைக்கு 350 ரூபாய். 100 கத்தைக்கு 350 ரூபாய். ഓഹോ. അപ്പൊ ഈ ഒരു കട്ടയ്ക്ക് മാത്രം എത്താനേ പറവൂ? 350. ഈ ഒരു കെട്ടിന് മാത്രം 350. ഈ ഒരു കെട്ടിന് മാത്രം 350 ആണ്. അപ്പൊ ഇതേപോലെ 100 എണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് 350 ആണ് റേറ്റ് വരുന്നത്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കെട്ട് നമ്മളിപ്പോ കോയമ്പത്തൂരില് പൂ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടാവും.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂ മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണത്തിനായാലും ഹോമപൂജ ചെയ്യാനൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു കമ്പാണ് മേടിക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടും ഈ വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവര് ഈ കമ്പെടുത്ത് അത് മുറിച്ച് അതിന്റെ ഷേപ്പിലാക്കി അത് ഇവർ ഇത്രയും എണ്ണി പോലും നോക്കാണ്ടാണ് ഇവരത് കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് ഇവര് കൊടുക്കുന്നത് വന്നിട്ട് 3.50 ഇവർ കൊടുക്കുന്നത്, മനസ്സിലായി. അപ്പൊ അത്രയും വളരെ തുച്ഛമായ ഒരു റേറ്റ് ആണ്. അപ്പൊ അത് പാടില്ലല്ലോ. ശരിക്കും ഇവരെന്താണോ കഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതല്ല അവർക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇത് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ശരിക്കും അട്ടപ്പാടിയുടെ ഒരു തമിഴ്നാട് ബോർഡർ ബേസ് ആയിട്ട് വരുന്ന കൂടപ്പട്ടി പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഈ കമ്പ് മേടിക്കാൻ ആവശ്യമുള്ള ആൾക്കാർ ശരിക്കും കൂടപ്പെട്ടിക്ക് വന്ന് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി അവരെ സഹായിച്ച പോലെയാവും. പക്ഷെ ഈ 3.50 അവരൊരു റേറ്റ് പറയുന്ന ആ ഒരു നല്ലൊരു റേറ്റിൽ വാങ്ങിക്കുന്നതായിരിക്കും ശരിക്കും നല്ലത്. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കണം. കാരണം കൂടപ്പെട്ടി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും കൃഷി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ സറൗണ്ടിങ്സും ഇവിടുത്തെ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ആകെ ഉള്ളതും ഇവരെ ആശ്രയിക്കുന്നത് ആ പശുക്കളും ആടുകളൊക്കെ മേയിച്ചിട്ടാണ് ഇവരുടെ ഓരോ ദിവസം ഇവര് കഴിഞ്ഞുകൂടി പോകുന്നത്. അപ്പൊ ഫുള്ള് ആനയുടെ ശല്യം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കമ്പ് എടുക്കുക, ഇത് ചെത്തിപ്പണിഞ്ഞ് ഇതേമാതിരി ആക്കി ഇത് കെട്ടുക. പിന്നെ വ്യാപാരികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കും. അതാണ് ഈ കുറച്ചു മുന്നേ മുത്തശ്ശി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോമപൂജ ഇതൊക്കെ കല്യാണത്തിനൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടപ്പെട്ടിക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അട്ടപ്പാടിക്കാരി ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അട്ടപ്പാടിക്കാരി.